പള്ളിയിൽ വരുന്നവരെ മുടക്കുന്നത് എന്നുള്ളതാണ്. ഞാനൊരു കഥ വായിച്ചത് ഓർക്കുന്നു. കഥയല്ല, ശരിക്കും സംഭവിച്ചതാണ്. ഒരു പള്ളിയിൽ കുർബാനയുടെ സമയത്ത് ഒരു മനുഷ്യന്റെ ഫോണ് സൈലൻസിലിടാൻ മറന്നുപോയി. അത് ഒച്ചത്തിൽ റിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് വികാരിച്ചൻ അൾത്താരയിൽ നിന്ന് ഒന്ന് ഷൗട്ട് ചെയ്തിട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും ഇവനെ ഒന്ന് സ്റ്റെയർ ചെയ്ത് നോക്കി. കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവന്റെ ഭാര്യയും മക്കളും ഇവൻ ഒരുപാട് ഹറാസ് ചെയ്തു. എന്തിനാ മൊബൈലും കൊണ്ട് പള്ളിയിൽ പോയത്, അത് സൈലൻസിൽ ഇട്ടുകൂടായിരുന്നോ, ആകെ നാണക്കേടായി, മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞ് ഇയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. വൈകുന്നേരം മനസ്സിന് ഭയങ്കര സങ്കടം തോന്നി ഇയാള് അല്പം ബീറ് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ഇയാൾ ബീറ് കുപ്പി എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയപ്പോൾ എല്ലാവരും നോക്കി. ഇയാൾ വിചാരിച്ചു എല്ലാവരും ഇയാളെ കുറ്റപ്പെടുത്തും, വഴക്ക് പറയും, ബഹളം ഉണ്ടാക്കും എന്ന് വിചാരിച്ചു. സുന്ദരിയായ ഒരു പെൺകുട്ടി ഓടി വന്ന് നോ സർ ഡോണ്ട് വെറി സർ എന്ന് പറഞ്ഞ ആളെ ഒന്ന് നീക്കി പെട്ടെന്ന് അതെല്ലാം തുടച്ച് വൃത്തിയാക്കി ആളുടെ ഉടുപ്പയിൽ വീണത് പോകാൻ വേണ്ടി നല്ല കർച്ചീഫൊക്കെ കൊടുത്ത് കോംപ്ലിമെന്റ് ആയിട്ട് വീണ്ടും ഒരു ആൽക്കഹോൾ ബോട്ടിൽ കൈ കൊണ്ടുകൊടുത്ത് കോംപ്ലിമെന്റ് ഫ്രീ ആയിട്ട്. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, മിസ്റ്റേക്ക് ഈസ് കോമൺ, ഇറ്റ് ക്യാൻ ഹാപ്പൻ ഫോർ എനിവൺ, ഇറ്റ് ഈസ് ടു ബി കറക്റ്റഡ്. തെറ്റുകൾ ആർക്കും സംഭവിക്കാവുന്നതാണ്, അതെല്ലാവർക്കും ഉള്ളതല്ലേ, അതുകൊണ്ട് സാരമില്ല, താങ്കൾ ഇത് ഫ്രീ ആയിട്ട് കുടിച്ചോളം പറഞ്ഞ് കൊടുത്തു. അന്ന് മുതൽ അയാൾ പിന്നെ ബാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇയാളെ ഇങ്ങനെ കള്ളുകൂടിയനാക്കി മാറ്റിയത് ആരാണ്? പലപ്പോഴും നമ്മൾ പള്ളിയിൽ പോയിട്ട് ഭയങ്കര പ്രാർത്ഥനയും ഒച്ചവെപ്പും ഭയങ്കര ഭക്തരുമാണ്, പക്ഷെ മനുഷ്യനോട് നന്നായി പെരുമാറാൻ നമുക്കറിയില്ല. നമ്മുടെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കേണ്ടത് മനുഷ്യനോട് സ്നേഹത്തോടെ പെരുമാറാനാണ്.